ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് February 8th ആണ്, സാറ്റർഡേ ആണ്, ഇത് വെഡിങ് ഡേ എന്നൊക്കെ പറയാം. അപ്പം ഞാൻ രാവിലെ ഒരു 4:15 ആയപ്പോഴേക്കും എഴുന്നേറ്റുണ്ടായിരുന്നു കേട്ടോ. കാരണം 5 o'clock മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഒരു കുളിയൊക്കെ പാസ് ചെയ്തു ഞാൻ ഇരിക്കുകയാണ് കോളിന് വേണ്ടിയിട്ട്. അപ്പോൾ ദേ മെഹന്തിക്ക് അത്യാവശ്യം നന്നായി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ മുല്ലപ്പൊക്കെ ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സാരിയും ബ്ലൗസും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണാം. ഹലോ, അപ്പോൾ ഇതേ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഇതാരാന്ന് മനസ്സിലായില്ല, നമ്മുടെ സിജിനാണ്. അപ്പം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, എന്ത് വേണമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. ആള് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫൈനൽ ലുക്ക് നമുക്ക് എന്തായാലും കാണാം കേട്ടോ. ഓക്കെ, എന്റെ വക ഞാൻ പറയട്ടെ. എന്താന്ന് ചോദിച്ചാല് ആക്ച്വലി ഞാൻ ഇങ്ങനെ വന്നിട്ട് ഞാൻ എന്താ സംസാരിക്കുക അങ്ങനെയൊക്കെ ഭയങ്കര ഒരു അല്ലേ. പക്ഷെ ഇന്ന് എനിക്ക് എന്റെ മനസ്സിന് ആഗ്രഹിച്ച ഒരാളെ കിട്ടിയേക്കുന്നത്, അങ്ങനത്തെ ഒരു ബ്രൈഡിനെ കിട്ടിയേക്കുന്നത്. കാരണം എന്താ പറയാ, സംസാരിക്കുമ്പോൾ എന്താ പറയാ ഭയങ്കര പോസിറ്റിവിറ്റി എല്ലാം തന്നെ ഉണ്ട് രാവിലെ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അധികം മേക്കപ്പിനെ കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും നന്നായി വരുമെന്ന് ഉള്ള വിശ്വാസത്തിൽ നമ്മൾ അല്ലേ. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോർട്സ് കാണിക്കാം അല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഓൾറെഡി തുടങ്ങി, എന്നാലും ബാക്കി കണ്ടിന്യൂ അല്ലേ. ഓക്കെ, അങ്ങനെ ദേ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ സെറ്റായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ദേ ചേച്ചി അവിടെ സാരിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹെയർ പതുക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രീ ഹെയർ ആയിട്ട് കുറച്ചായിട്ട് അങ്ങനെ ഇടാമെന്നാണ് വിചാരിച്ചത്. മറ്റേ പോലെ ഫുൾ പിന്നിടണ്ടെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇതിനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ വേണം മേക്കപ്പ്, സിമ്പിൾ വേണോ, അത് എന്ത്, ഒന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ആളുടെ അടുത്ത് ആൾ ഫുള്ള് വന്ന നമ്മൾ കയറി ചെന്നവിടെ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. പുള്ളി നോക്കിയിട്ട് എന്ത് വേണം, എങ്ങനെ വേണം എന്നൊക്കെ കൃത്യമായിട്ട് ചെയ്യും കേട്ടോ. അതേപോലെ ഹെയർ ആണെങ്കിലും എന്താണെങ്കിലും മേക്കപ്പ് നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര നോ മേക്കപ്പ് ലുക്കാണല്ലോ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് തന്നെ നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ സിജൻ. ഇത് പിന്നെ അമ്മ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു റിയാക്ഷൻ എന്തെങ്കിലും കിട്ടുമോ അറിയാൻ. പക്ഷെ അമ്മയ്ക്ക് കംപ്ലീറ്റ്ലി സൗണ്ട് എല്ലാം അമ്മയുടെ പോയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അത് കാരണം ഫുൾ സൗണ്ട് പോയിട്ടിരിക്കുകയായിരുന്നു. അത് കാരണം വലിയ ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടായിരുന്നില്ല. പിന്നെ അതേ നെറ്റിച്ചുട്ടിയും സാധനങ്ങളൊക്കെ വെക്കുകയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ്. രണ്ട് ലുക്കായാലും ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. റിസപ്ഷൻ ലുക്കാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. കല്യാണത്തിൻ്റെ ആണെങ്കിലും വേറെ ഒരു ദേവസേന മോഡലൊക്കെ ആക്കി തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പേര് അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസ് എല്ലാം ഇട്ടപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എന്താ ദേവസേന ലുക്കായിട്ടുണ്ട്, പിന്നെ ദേവിയുടെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അങ്ങനെ സെയിം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ കുറേ പേര് അങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ അമ്മയ്ക്കും ജസ്റ്റ് ഒരു ടച്ചപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചെയ്ത് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഫൈനലി ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. രാവിലെ വന്ന ആളെ അല്ല, മാറ്റി കളഞ്ഞു. സാരിയും ഇതൊക്കെ മാറ്റി ഫുള്ള് മാറ്റി കളഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കാം അല്ലേ. നമ്മൾ താഴെ ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാണല്ലേ. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് എടുത്ത ചെറിയൊരു ക്ലിപ്പാണ് കേട്ടോ. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടും അതിൻ്റെ ഇടയിലൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഞാൻ അതിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കല്യാണ വിശേഷങ്ങൾ. ഇനി റിസപ്ഷൻ. അപ്പോൾ ഹലോ ഗൈസ്, ഇന്ന് അപ്പോൾ നമ്മുടെ റിസപ്ഷൻ ലുക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ആണ് എൻ്റെ ഇപ്പോഴത്തെ കോലം. ഓക്കെ, അത് നമ്മുടെ ഇത് രണ്ട് വീഡിയോ ആയിട്ടായിരുന്നേ അല്ല. ഓക്കെ, അപ്പൊ കഴിഞ്ഞ കുറച്ച് മുമ്പ് കണ്ട ആ വെഡിങ് മേക്കപ്പിനെ കുറിച്ച് എങ്ങനെയാന്ന് ചോദിക്കാം. കാരണം ഒന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ? അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇതുവരെ ഡിസ്കസ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ത് വേണം അല്ലേ, ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ അടിപൊളിയായിരുന്നു. ആംബിയൻസ് ആയാലും മേക്കപ്പ് ആയാലും എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞു ദേവിയുടെ പോലെ കിട്ടുന്നു പറഞ്ഞിട്ട് കുറെ പേര് ഒഴിഞ്ഞിടാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് പോയിട്ട് അടിപൊളിയായിരുന്നു ഇന്നലത്തെ. അതുകൊണ്ട് ഇന്നും ഞാൻ വായടിച്ച് മിണ്ടാണ്ടിരിക്കാൻ പോവാണ്. എല്ലാ സിജനെ ഏൽപ്പിക്കുകയാണ്. കോപ്പറേറ്റ് കിട്ടും. സോ പാട്ടൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ ചെയ്തോണ്ടിരിക്കാം. ഐ മേക്കപ്പ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കണ്ണടയ്ക്കൂ. എങ്ങനെയുണ്ട്? കാരണം എന്താ പറയുക, ഇന്നത്തെ ഡ്രസ്സ് നല്ല ഭയങ്കര അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഐ മേക്കപ്പ് നല്ല ഒരു ഗ്ലിറ്ററിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണിക്കാം അല്ലേ.
അല്ലെങ്കിൽ എപ്പോഴും കാണിച്ച് ആൻഡി ഹാപ്പി ബർത്ത്ഡേ ടു യു. 48 കഴിഞ്ഞു. ഇതൊക്കെ പിന്നെ അതിൻ്റെ ഇടയിലെടുത്ത ഓരോ വീഡിയോസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു കേട്ടോ. 2 മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോഴും ലൈക്ക് ബോറടിക്കുക ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ലൈവ്ലി ആയിരുന്നു സത്യം പറഞ്ഞേക്ക്. സിജനായിട്ട് ഭയങ്കര കമ്പനിയായി. ഭയങ്കര രസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തോ ഒരു വിഷമമൊക്കെ കഴിഞ്ഞല്ലോ, പരിപാടിയെല്ലാം കഴിഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. പിന്നെ അതെ എൻ്റെ ലുക്ക് കണ്ടല്ലോ ഇതാണ്. പിന്നെ റിസപ്ഷൻ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അന്നത്തെ ദിവസം. അങ്ങനെ അമ്മയും ചെറുതായിട്ടൊന്ന് ഒരുങ്ങി സിജന്തെ മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്ത്, ബർത്ത്ഡേ ആണല്ലോ അപ്പോൾ കുറച്ച് സ്പെഷ്യൽ ആണല്ലോ, അപ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഡ്രസ്സാണെങ്കിലും ഡ്രസ്സായിരുന്നു ഇപ്പോൾ അവിടെ നിന്നായിരുന്നു കേട്ടോ. ഡ്രസ്സാണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസും ഇതേപോലെ എടുത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി എല്ലാം കൂടി ഇട്ട് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് 2-3 മാത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ സ്റ്റെബി ജസ്റ്റ് ടച്ചപ്പ് ചെയ്യായിരുന്നു, അതും ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കൂടി ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ സിജൻ എന്നിൽ ഉണ്ടാക്കിയ മേക്ക് ഓവർ ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.